ഹിമാചൽ പ്രദേശിലെ കസോൾ എന്ന് പറയുന്ന സിറ്റിയിൽ നിന്ന് ഞങ്ങൾ തോഷ് വില്ലേജ് കാണുവാൻ വേണ്ടി പുറപ്പെട്ടതാണ്. പോകും വഴിയിലാണ് ഞങ്ങൾക്ക് ഈ ഒരു ഡാം കാണുവാൻ ഇടവന്നത്. പേര് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ പുൽഗ ഡാം എന്നുള്ള പേരാണ് ഞങ്ങൾക്ക് ലഭ്യമായത്. ഹിമാചൽ പ്രദേശത്തിലുള്ള പാർവതി റിവറിൻ്റെ കുറുകെയാണ് ഈ ഒരു ഡാം ഈ അടുത്ത കാലത്തായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. പുൽഗ എന്ന് പറയുന്ന ഒരു ഗ്രാമവും ഈ ഒരു ഡാമിന് തൊട്ടടുത്തായിട്ട് നിലകൊള്ളുന്നുണ്ട്. അതിലേക്കും വിനോദസഞ്ചാരികൾ അനേകം പേർ കടന്നു പോകാറുമുണ്ട്. ഞങ്ങൾക്ക് സമയക്കുറവ് മൂലമാണ് ആ ഗ്രാമങ്ങളൊക്കെ ഒഴിവാക്കി തോഷ് എന്ന് പറയുന്ന ഗ്രാമം കാണുവാൻ വേണ്ടി ഞങ്ങൾ പുറപ്പെട്ടത്. പോകും വഴിക്കുള്ള ഒരു നല്ലൊരു സ്പോട്ടായതുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ഡ്രൈവറോട് ഈ ഒരു ഭാഗത്ത് നിർത്തുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഒരു ഭാഗം എക്സ്പ്ലോർ ചെയ്യുവാൻ വേണ്ടി വണ്ടിയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. ഹിമാലയത്തിൻ്റെ മുകൾഭാഗത്ത് തന്നെയാണ് ഈ ഒരു തോഷ് വില്ലേജ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കൈവരികളായിട്ട് കടന്നു വരുന്ന രണ്ട് നദികൾ കൂടിച്ചേരുന്ന സംഗമ സ്ഥലത്ത് തന്നെയാണ് ഈ ഒരു ഡാം പുൽഗ ഡാം നിലകൊള്ളുന്നത്. ഇതിൻ്റെ നല്ല ഉത്ഭവഭാഗം ഹിമാലയ മലകളിൽ നിന്നായതുകൊണ്ട് അവിടെയുള്ള മലകളിൽ നിന്നുള്ള മണ്ണ് സഹിതമാണ് ഈ ഒരു നദിയിലേക്ക് വരുന്നത്. ഒപ്പം മഞ്ഞുരുകി കൂടി ഈ ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്നതിനാൽ രണ്ട് കാര്യങ്ങളിൽ നിന്ന് ജലം എത്തുന്ന സ്രോതസ്സാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ മലിനകരമായ രീതിയിലുള്ള ജലമാണ് എനിക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ നാടൻ രീതിയിൽ പറഞ്ഞാൽ കലങ്ങിയ വെള്ളമാണ് ഈ ഒരു ഭാഗത്ത് മുഴുവനും എനിക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ഒരു പുൽഗ ഡാമിനോട് ചേർന്ന് തന്നെ രണ്ട് ഗ്രാമങ്ങളാണ് നിലകൊള്ളുന്നത്. ആ ഗ്രാമങ്ങളിലേക്കുള്ള ജലസേചനം മുഴുവനും ഈ ഡാമിൽ നിന്നാകുവാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡ്രൈവറോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവനെ സംബന്ധിച്ചോളം അതിനെപ്പറ്റി നല്ല ഒരു ധാരണ ഇല്ല എന്നുള്ള കാര്യം ഞങ്ങളോട് പറയുകയായിരുന്നു. എങ്കിലും അല്പം അകലത്തു നിന്നുള്ള ഒരു വീഡിയോ ചിത്രീകരണമാണ് ഡാമിലേക്ക് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായ ഒരു ചിത്രീകരണം നമുക്ക് ഈ ഒരു ഭാഗത്ത് അനുവദനീയമല്ല എന്നുള്ള കാര്യം കൂടി ഞാൻ മനസ്സിലാക്കുന്നു.